ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പല ആൾക്കാർക്കും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം ഞാൻ സംസാരിക്കുന്നത്. എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? നമ്മുടെ ഫിറ്റ്നസ്സിനും വേണ്ടിയിട്ട്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരക്ഷമത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഫിറ്റ്നസ്സിന്, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ, ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ, അതുപോലെ ഫാറ്റ് ലോസ് വരുത്താൻ, പിന്നെ കറക്റ്റ് ഡയറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയും. ഇതൊക്കെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ എന്ന് പറയുന്നത് 3 തരമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ആൾക്കാർ, ജനറൽ പോപ്പുലേഷൻ ചെയ്യേണ്ട എക്സസൈസുകൾ 3 തരമാണ്. ഒന്ന് സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്കൗട്ട് എന്നൊക്കെ പറയുന്ന ഡംബൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന, ബോഡി വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് സ്ട്രെങ്ത് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് കാർഡിയോ, നമ്മുടെ ഹൃദയത്തിന്റെ ക്ഷമതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാർഡിയോ എന്ന് പറയുന്നത്. ഈ കാർഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രെഡ്മില്ല്, ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ് ട്രെഡ്മില്ല്, സൈക്ലിങ്, അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ചെയ്യുന്ന ജോഗിങ്, സ്വിമ്മിങ്, റണ്ണിങ്, സൈക്ലിങ്, ഇതൊക്കെ കാർഡിയോ വ്യായാമങ്ങളാണ്. അതുപോലെ നമ്മൾ ഈ ജമ്പിങ് ജാക്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഹൈ ഇന്റൻസിറ്റി കാർഡിയോ, അത് വേറെ. നമുക്ക് സ്റ്റേഷനറി മീഡിയം ഇന്റൻസിറ്റി കാർഡിയോസ് ആണ് നമുക്ക് ഏറ്റവും നല്ലത്, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ പ്രോഗ്രാമിൽ അതായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ എയറോബിക്സ് ഉണ്ടായിരിക്കും ഒരു ദിവസം. അത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം നമ്മൾ എയറോബിക് കണ്ടീഷനിങ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ എല്ലാവരും ഹാർട്ടിന് സ്ട്രെങ്തിനായിട്ട് ആഴ്ചയിൽ 150 മിനിറ്റ് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് കാർഡിയോ ചെയ്യണം. നമ്മുടെ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർ വാക്കിംഗ് ചെയ്യാം, വാക്കിംഗ് അല്ല ജോഗിങ് ചെയ്യാം. വാക്കിങ്ങിനേക്കാളും കൂടുതൽ ഇനി വാക്കിംഗ് പറ്റുന്ന ആൾക്കാർ വാക്കിംഗ് ചെയ്താലും മതി, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം, വാക്കിംഗ് ചെയ്യാം. പിന്നെ അതുപോലെ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ സൈക്ലിംഗ് ചെയ്യാം. നമുക്ക് വേണ്ടത് ആഴ്ചയിൽ 150 മിനിറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്യും. ബാക്കി 2 ദിവസം ചെയ്യേണ്ട വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. കോറിന്റെ കൂടെ കോർ മാത്രമായിട്ട് ഒരു ദിവസം ചെയ്യുന്നതിന് പകരം കോർ പ്ലസ് എറോബിക് കണ്ടീഷനിങ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ ഡംബല് അല്ലെങ്കിൽ ബാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഡംബിൾസ് അല്ലെങ്കിൽ ബാൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച, ഇതാണ് നമ്മുടെ സ്ട്രെങ്ത് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ ഫ്ലെക്സിബിലിറ്റി, മൂന്നാമത്തെ കമ്പോണന്റ്. അപ്പോഴും ആദ്യം പറഞ്ഞു നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് പറഞ്ഞു, അതുപോലെ കാർഡിയോ പറഞ്ഞു. ഇനി വേണ്ടത് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റിക്ക് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യുക. അത് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്ട്രെച്ചിങ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യും. ആദ്യം വാമപ്പിൽ ഒരു 2-3 മിനിറ്റ് സ്ട്രെച്ചിങ് ഉണ്ടാവും, ഡൈനാമിക് സ്ട്രെച്ചസ് എന്ന് പറയും. നമ്മളെ ഈ ലെഗ് സ്വിങ്, ആം സർക്കിൾ പോലത്തെ മൂവ് ചെയ്യുന്ന സ്ട്രെച്ച് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ഉണ്ടാവും. ഓരോ മസിലിനും നമ്മൾ ചെയ്ത മസിലിന് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെച്ചസ് വേറെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 3 കോമ്പണൻസ് നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യും. നമുക്ക് വേണ്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ, ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കാർഡിയോ ഫിറ്റ്നസ്, മസ്കുലർ ഫിറ്റ്നസ്, ഫ്ലെക്സിബിലിറ്റി. 3 സംഗതികൾ നമ്മുടെ പ്രോഗ്രാം ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു എക്സസൈസ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത് വാമപ്പ്, പിന്നെ നമ്മുടെ എക്സസൈസുകൾ കൂൾ ഡൗൺ. വാമപ്പ് ഏകദേശം 5 to 10 മിനിറ്റ് വരെ, നമ്മൾ 5-10 മിനിറ്റിനുള്ളിൽ തീരും. 10 മിനിറ്റിനുള്ളിൽ, 5-8 മിനിറ്റിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ബോഡിയുടെ, നമ്മുടെ ശരീരത്തെ വ്യായാമം ചെയ്യാൻ റെഡിയാക്കുക എന്നുള്ളതാണ് വാമപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റോളം നമ്മൾ വാമപ്പ് ചെയ്യും. ആദ്യം തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. വാമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് സ്പ്ലിറ്റ് അത് ചെയ്യും. അതിനുശേഷം ഏകദേശം 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ബോഡിയുടെ നോർമൽ ലെവലോട് കൊണ്ടുവരാനുള്ള കൂൾ ഡൗൺ ചെയ്യും. ഇതാണ് ഒരു നല്ലൊരു എക്സസൈസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഇന്ന് ചെയ്യാൻ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് കാര്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ദിവസത്തെ ഒരു ചലഞ്ചസ്, ഐ മീൻ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നല്ല, അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്തണം. കാരണം നിങ്ങളുടെ സമയമാണ്, എൻ്റെ സമയമാണ്.
അപ്പൊ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സസൈസുകൾ നമ്മൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പഠിക്കാനും അപ്ലൈ ചെയ്യാനും പോകുന്നത്. ഈ 3 ദിവസം നമ്മൾ ലൈവ് സെഷൻസ് ഉണ്ടാവും. ഹോംവർക്ക് കൂടി ചെയ്യുന്ന ആൾക്കാർ, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ വെനസ്ഡേ എത്തുന്ന ആൾക്കാർ ജോയിൻ ചെയ്യും നമ്മളെ കൂടെ. വെനസ്ഡേ നമ്മൾ ചെയ്യുന്നത് കോർ പ്ലസ് എയറോബിക്സ് ആയിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ നമുക്ക് അവർ സംസാരിച്ചിട്ട് അത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ദിവസം ഫിക്സ് ചെയ്യാം. കോർ പ്ലസ് എയറോബിക്സ് ചെയ്യുന്ന ദിവസം ജിമ്മിലെ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ അപ്പർ ബോഡി ലോവർ ബോഡി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബാക്കി 2 ദിവസം അതിന്റെ ബന്ധപ്പെട്ട വീഡിയോസും ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ ഇനിയിപ്പോ ഇതില് നമ്മൾ ആദ്യം ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത്, ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഏകദേശം ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അതായത് നമ്മളിപ്പം ഏതൊരാളും ആദ്യം നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട സംഗതികൾ അവരുടെ ഫിറ്റ്നസ് ലെവൽ എത്രയെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് പറഞ്ഞു വരുന്നത് അല്ലെ. ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അപ്പർ ബോഡി മസിലുകൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് അറിയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ കോർ മസിൽസിന്റെ ഒരു ടെസ്റ്റ്, അതുപോലെ ലോവർ ബോഡി. ഈ 3 പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. ഈ 4 ടെസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. ഏതൊരാൾക്കും എക്സസൈസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ അവർക്കുള്ള പാരാമീറ്റേഴ്സ്, അവർക്ക് പിന്നീട് അത് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ മിക്ക ആൾക്കാരും ഈ എക്സസൈസ് ഒക്കെ ഒരു വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ കൂടി ആക്ച്വലി സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് എക്സസൈസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നമ്മുടെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലും ഒരാളുടെ ഫാറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ അയാൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന സംഗതികൾ ഈ ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കുമ്പോൾ അപ്പർ ബോഡി സ്ട്രെങ്ത്, ലോവർ ബോഡി സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ കാർഡിയോ സ്ട്രെങ്ത്, ഈ സംഗതികളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സസൈസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ് ഒക്കെ ഏറ്റവും പ്രധാനമായി കിടക്കുന്നത് ഡയറ്റിലാണ്. ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫാറ്റ് കുറയും, വെയിറ്റ് കുറയും. ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ് കൂടും. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് അതായിരിക്കും ചെയ്യാം. അപ്പൊ അത് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റ്സ്. നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഒരു എന്താ പറയാ ഒരു 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 അളവുകളാണ് ഈ ഫിറ്റ്നസ് ടെസ്റ്റ് കിട്ടുന്ന കുറച്ച് നമ്പേഴ്സ്. അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫിറ്റ്നസിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എക്സസൈസിന്റെ ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലസ് എക്സസൈസ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. കറക്റ്റ് ഡയറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ലാസ്റ്റ് 20 മിനിറ്റ് ഫിറ്റ്നസ് ടെസ്റ്റ് ആവുമ്പോൾ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പാനയും ഒക്കെ എടുക്കുക നല്ലതാണെന്നുള്ളത്. കാരണം നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് മെയിനായിട്ട് ഒരു പ്രോഗ്രാം, ഒരു ഫിറ്റ്നസ് ടെസ്റ്റിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് കാര്യങ്ങൾ വേണം. അതായത് നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഏജ് ഈ സംഗതികൾ കൂടുതൽ തന്നെ നമ്മുടെ മെഷർമെന്റ്സ്, ആപ്സ് മെഷർമെന്റ്, വയറിന്റെ ചുറ്റളവ്. അതെന്തിനാന്ന് വെച്ചാല് നമുക്ക് ഫാറ്റ് കുറഞ്ഞ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ഫാറ്റ് കുറഞ്ഞ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ തന്നെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു ഡിജിറ്റ് വേണം. അപ്പൊ അത് ഞാൻ കാണിക്കാം, ഇങ്ങനെ ഒരു സംഗതി ഞാൻ കാണിക്കാം കേട്ടോ, ഇങ്ങനെ എന്തൊക്കെ എടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ഇത് 3 നിങ്ങൾ ഇന്ന് എടുത്തു വെക്കണം. ഇന്നോ നാളെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹൈറ്റ്, വെയിറ്റ്, ഏജ്. പിന്നെ വേസ്റ്റ് സർക്കംഫറൻസ് ഞാൻ എങ്ങനെ എടുക്കുന്നത് കാണിക്കാം. പിന്നെ അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പേഴ്സണലായി അയച്ചാൽ മതി. അത് നമുക്കൊരു എന്താണ്, നമുക്ക് ഒരു തുടക്കത്തിലുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണ്, ഒരാളുടെ ഷുഗർ ഒക്കെ കൂടുതലുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് എക്സസൈസും ഡയറ്റ് കൊണ്ടും മാറ്റം വരുത്താൻ പറ്റുമല്ലോ. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം അറിയണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ അതിന്റെ ഒരു കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്തതിന്റെ റിപ്പോർട്ടും കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ അത് ഉള്ളതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാനത് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്ത് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മളെ കൂട്ടത്തില് ആർക്കെങ്കിലും ബാക്ക് പെയിന് പോലെ ഉള്ള ബാക്ക് പെയിന്, മുട്ടുവേദന, കഴുത്തുവേദന, ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ അന്നേരം തന്നെ എന്നോട് പറയണം. കാരണം അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് അന്നേരം പറയുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഞാൻ പറയും. വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയും ഇത് ബാക്ക് പെയിനുള്ള ആൾക്കാർ ചെയ്യരുത്, ഇത് അല്ലാത്ത ആൾക്കാർ ചെയ്യരുത്, ഇത് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ മാക്സിമം ഞാൻ കഴിഞ്ഞ പരമാവധി ഞാൻ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുന്ന വർക്കൗട്ടുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വർക്കൗട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവാം. വളരെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നുമല്ല,
എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എക്സസൈസുകളായിരിക്കും ഹോം വർക്കൗട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഓക്കെ, ജിമ്മിൽ പോകുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അത് അവരുടെ രീതിയിൽ അവരുടെ ട്രെയിനേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹോം വർക്കൗട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, കഴിവിന്റെ പരമാവധി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അധികം ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വർക്കൗട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനാണ് നമ്മൾ ചെറിയ ഡബിൾസോ റെസിസ്റ്റന്റ് ബാൻഡോ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ബാക്ക് പെയിന്, കഴുത്ത് വേദന ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുമ്പോൾ അത് അന്നേരം ആ പറഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഡയറ്റും 2 ദിവസമായിട്ട് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആക്കുക. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയും, ബാക്കി ബുധനാഴ്ച പറയും. കാരണം ജിമ്മില് പറഞ്ഞ ആൾക്കാരോടൊക്കെ ബുധനാഴ്ച വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടെ അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡയറ്റിനെ കുറിച്ച് ഇന്ന് പറയും. നമ്മള് ശരിക്കും ഡയറ്റ് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ ഡയറ്റ് എന്ന് പറയുന്ന ന്യൂട്രീഷനാണ് ഏറ്റവും നമുക്ക് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഡയറ്റും ന്യൂട്രീഷനും രണ്ടും രണ്ടാണ്. നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാത്ത ആൾക്കാർക്കും എല്ലാവർക്കും ന്യൂട്രീഷൻ വേണം. അത് വീട്ടിലുള്ള എല്ലാവർക്കും, മക്കൾക്ക്, കുട്ടികൾക്ക്, വീട്ടിലുള്ള പിന്നെ അച്ഛനമ്മമാർക്ക്, പ്രായ ആൾക്കാർക്കൊക്കെ ന്യൂട്രീഷൻ പ്രധാനമാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഡയറ്റ് ഇതിനേക്കാൾ പ്രധാനം. ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിലാണ് ഡയറ്റിന്റെ അത്യാവശ്യമുള്ളൂ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ന്യൂട്രീഷൻ, കറക്റ്റ് പോഷണം കിട്ടുക. നമുക്ക് ഏറ്റവും നമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാനാണല്ലേ. അപ്പൊ ഈ എനർജി നമുക്ക് പ്രധാനമായിട്ടും ഈ എനർജിന്റെ ഈ നമ്മൾ കഴിക്കുന്ന ഓരോ സംഗതികളും ഈ ഫുഡ് തന്നെ പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുക. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, പോഷണങ്ങൾ എന്ന് പറയുന്നത് 3ആണ്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, ഈ അരി, അതുപോലെ തന്നെ ഈ ചപ്പാത്തി, ഓട്സ്, ഗോതമ്പ്, ഈ അരിവർഗ്ഗങ്ങളെല്ലാം അതിൽ വരുന്നതാ. ചപ്പാത്തിയും അരിയൊക്കെ ഒരുപോലെ തന്നെ ഒക്കെ കാർബോഹൈഡ്രേറ്റ്സാ. ഫ്രൂട്ട്സ് ഒക്കെ അതിൽ വരുന്നതാ. അപ്പൊ അത് നമുക്ക് കുറച്ച് വേണം, കുറച്ച് അളവിൽ. അതാണ് നമുക്ക് ശരീരത്തിന് എനർജി തരുന്നത്. നമ്മുടെ ഒരുപാട് നമ്മുടെ ശരീര പ്രവർത്തനം നടത്താൻ എനർജി ഒക്കെ തരുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഇത്ര അളവ് എന്ന രീതിയിൽ അത് വേണം. നമ്മുടെ ശരീരത്തിൽ 40 മുതൽ 60% വരെ മൊത്തം എനർജിയുടെ നമുക്ക് ഈ ഇതാണ് വേണ്ടത്, എന്ത്, കാർബോഹൈഡ്രേറ്റ് വേണം. പിന്നെ വേണ്ടത് നമുക്ക് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് ബോഡിയുടെ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ നടക്കുന്ന മസിൽ ബിൽഡ് ചെയ്യാന്, ഹോർമോൺസ്, എൻസൈംസ്, ട്രാൻസ്പോർട്ടേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത് പ്രോട്ടീനാണ്. അപ്പൊ ഈ പ്രോട്ടീനും നമുക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് ഏകദേശം അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 8.8 നമ്മുടെ ബോഡി വെയിറ്റിന്റെ, ഇപ്പം ഞാനൊരു 70 കിലോ ഒരാളാണെങ്കിൽ 70 ഇൻറ്റു 0.8 ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് വേണം. അപ്പൊ വർക്കൗട്ടോ എക്സസൈസോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത ഒരാളാണെങ്കിൽ 1 ഗ്രാം 1.2 ഗ്രാം എന്നെങ്കിലും നമ്മുടെ ബോഡി വെയിറ്റോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്നുണ്ട്. അപ്പൊ അത് എഴുതി വെക്കുക. നിങ്ങളുടെ ബോഡി വെയിറ്റിനോട് ഇൻറ്റു 1.2 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രോട്ടീൻ വേണം. അപ്പോൾ എനിക്ക് 72 കിലോ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, 72 ഇൻറ്റു 1.2 വേണം. അതുപോലെ ഒരു 100 കിലോ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്ത് വേണ്ടി, 120 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. ഐ മീൻ അതല്ല, ഞാൻ ഏറ്റവും മിനിമം ലെവലാണ് പറയുന്നത്. നമുക്കത് 1.7 ഇൻറ്റു 1.8 ഇൻറ്റു വരെ എത്തും. അത് ഓരോരുത്തരുടെ ആക്ടിവിറ്റി അനുസരിച്ചാണ്. ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1.7 1.8 ഇൻറ്റു ബോഡി വെയിറ്റ് വേണ്ടി വരും. അത് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇത്ര പ്രോട്ടീൻ കിട്ടുക എന്നുള്ളതാണ്. ഈ പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സ് ഒന്ന് ചിക്കന്, മീന്, മുട്ട, കടല, പരിപ്പ് ഒക്കെയാണ്. അപ്പൊ ഈ ചിക്കന്, മീന്, മുട്ടയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത്. ചിക്കന്, മീന്, മുട്ട അധികം നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയും, ആനിമൽ പ്രോട്ടീൻസ്. പിന്നെ കടല, പരിപ്പ്, ചെറുപയറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കേണ്ടി വരും നമുക്ക് പ്രോട്ടീൻ കിട്ടണമെങ്കിൽ. ഫാറ്റ് നമുക്ക് കുറെ ഓയിലിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ചിക്കനും മീനും മുട്ടയിലും ഒക്കെ കുറച്ച് നല്ല ഫാറ്റ് ഉണ്ടാവും. ഇപ്പൊ മുട്ടയുടെ മഞ്ഞൊക്കെ നല്ല ഫാറ്റാണ്. അതുപോലെ ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ചില അവക്കാഡോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഗുഡ് ഫാറ്റ് ആയിട്ട്. പിന്നെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നട്സ്. നമ്മുടെ ഡയറ്റിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മെനു പറഞ്ഞിട്ടില്ല ലാസ്റ്റ്. ആ മെനുവിൽ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ നട്സ് ആണ് ഏറ്റവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നല്ലൊരു ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ഉപയോഗപ്പെടുത്താൻ പറ്റും. മൈക്രോന്യൂട്രിയൻസും ഫൈബേഴ്സും ഒക്കെ നമുക്ക് കിട്ടുന്നത് പച്ചക്കറികളും ഫ്രൂട്ട്സും ആയിരിക്കും. മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അളവിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം. ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശരീരത്തിന്റെ കുറച്ചാണെങ്കിൽ പോലും ഭയങ്കര അത്യാവശ്യമാണ് ശരീരത്തിന് ഒരുപാട് സംഗതികൾ ചെയ്യണത്. അത് കുറവ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, വൈറ്റമിൻസ്, മിനറൽസും ഒക്കെ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നമ്മളെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുന്ന സംഗതികളാണ് പച്ചക്കറികള്, ഇലക്കറികള്,
അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇത് നമുക്ക് കിട്ടുന്നതാണ്. കുറെ നമുക്ക് മീറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, എന്നാലും നമുക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൂടുതൽ പല സോഴ്സുകളും പല രീതിയിൽ നമുക്ക് കിട്ടുന്ന അർത്ഥം. അപ്പൊ നമുക്ക് ഡയറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു എന്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഡയറ്റ് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ, ഹെൽത്തിഫൈ അല്ലെങ്കിൽ അതുപോലെ പിന്നെ ഞാനത് എഴുതിത്തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ആക്ടിവിറ്റി ഒക്കെ നമ്മളുടെ ഈ ഹെൽത്തിഫൈ അല്ലെങ്കിൽ മൈ ഫിറ്റ്നസ് വാലി പോലത്തെ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് കിട്ടും, BMR എന്ന്, അതുപോലെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പൊ നമ്മള് ഈ TDEE എന്ന് പറയും അതിന്, ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. നമ്മൾ അത് നെറ്റിൽ കൊടുത്ത് കിട്ടുന്ന സാധനമാണ്. അത് കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 100-150 കലോറി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. 100-150 കലോറി കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. അത് വളരെ ശാസ്ത്രീയമായിട്ട് അക്യുറേറ്റ് ചെയ്യണമെന്നെങ്കിൽ ഒരു മെത്തേഡാണ്. നമുക്ക് ആക്ച്വലി അതിനൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം വെയിറ്റ് ലോസോ ഫാറ്റ് ലോസോ ഒക്കെ വേണ്ട ഒരാളാണെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് അതായിരിക്കും ഉണ്ടാവല്ലോ, ഫാറ്റ് ലോസോ വെയിറ്റ് ലോസോ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫാറ്റ് ലോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് കറക്റ്റ് ന്യൂട്രീഷ്യസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആ ഒരു പ്ലേറ്റില് ഒരു പ്ലേറ്റില് 4 ഭാഗത്തിൽ ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ ഒരു 2 ചപ്പാത്തി ആണെങ്കിൽ ഇപ്പുറത്ത് ഒരു മുട്ട, അപ്പൊ പ്രോട്ടീനായി, കാർബോഹൈഡ്രേറ്റ് ആയി. ഇവിടെ കുറച്ച് പച്ചക്കറി എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ആണെങ്കിൽ സലാഡ് എടുത്താൽ മതി, കുക്കുംബറോ അതുപോലെ ലെറ്റ്യൂസ് അല്ലെങ്കിൽ ക്യാരറ്റ് കുറച്ച് മതി. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ നല്ല ഈ പരിപ്പ് പോലത്തെ കറികൾ, പരിപ്പ് അതുപോലെ കടല, ഈ കറികളൊക്കെ കുറച്ചുകൂടെ പ്രോട്ടീൻ അടങ്ങിയ ഫൈബേഴ്സ് കൂടിയ കറികളായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചട്നിയൊക്കെ മാറ്റിയിട്ട് പകരം ദോശക്കും സാമ്പാർക്കും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനത്തെ കറികൾ, പൂരി ബാജിയൊക്കെ ഒഴിവാക്കിയിട്ട് പകരം കടല, ചെറുപയർ, പരിപ്പ്, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആണ്. ഒരുപാട് മിനറൽസ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നടക്കും. പക്ഷെ അത് ഒരുപാട് എടുക്കാൻ പാടില്ല. പിന്നെ ഒരു മുട്ട എടുക്കുക, അതുപോലെ 2 ദോശ അല്ലെങ്കിൽ 2 ഇഡ്ഡലിയോ, ഇങ്ങനെ ഒരു എന്ത് ചെയ്യാം, കറക്റ്റ് ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബ്സ്, ആവശ്യത്തിന് ഫൈബേഴ്സ് കിട്ടുന്ന രീതിയിലോട്ട് നമ്മൾ മാറ്റാം. ഇപ്പൊ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്, രാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ രാവിലെ എണീറ്റ ഉടനെ തന്നെ മോർണിംഗ് സ്നാക്ക് ഒരു ബുക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് പിന്നെ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു ഡയറ്റ് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, എക്സസൈസിന്റെ ഭാഗമായിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ കഴിക്കേണ്ടത് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എന്ത് ഫുഡ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചോറും കറിയും മാത്രം കഴിക്കാൻ ഒരു പോർഷൻ മാറ്റിയിട്ട് ഇത്രയും സംഗതികളാക്കുക എന്നുള്ളതാണ്. കുറച്ചിട്ട് ഇപ്പൊ ചോറ് തന്നെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചോറും കറിയും ദിവസം കഴിക്കുന്ന ഒരാളെ ചോറ് ഒരു പോർഷൻ എടുത്ത്, കറി കുറച്ചെടുത്ത്, പച്ചക്കറി കുറച്ചെടുത്ത്, അവിടെ ചിക്കനോ മീനോ മുട്ട പോലത്തെ പ്രോട്ടീൻ അടങ്ങിയ സാധനം കുറച്ചെടുത്ത്, അങ്ങനെ ഒരു 4 ഭാഗം നമ്മുടെ എല്ലാ പ്ലേറ്റിലും ഉണ്ടായിരിക്കാം. അതാണ് നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, ന്യൂട്രീഷ്യസ് ആക്കുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലോറി ഡെഫിസിറ്റ് വരുത്താനും പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പറയാം. നിങ്ങൾ രാവിലെ തന്നെ എണീക്കുകയാണെങ്കിൽ രാവിലെ തന്നെ മോർണിംഗ് സ്നാക്കായിട്ട് ചായ, ഇപ്പം വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ചെയ്യേണ്ട ആൾക്കാർക്കാണെങ്കിൽ കേട്ടോ, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യേണ്ട ആൾക്കാരാണ് ചായന്ന് പാല് ഒരുപാട് എടുക്കുന്ന ആൾക്കാരെ പാലിന്റെ അളവ് കുറച്ചിട്ട് ഒരു പകുതി ഗ്ലാസ് പാലൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കാം. മധുരം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മധുരം ഒഴിവാക്കാം. മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കലോറി കുറഞ്ഞു കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. മധുരം ഇപ്പൊ മധുരം ഒരുപാട് ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, മധുരം ഒന്ന് കുറയ്ക്കുക. അപ്പൊ തന്നെ കുറച്ച് കലോറി കുറഞ്ഞു, ആവശ്യത്തിന് മാത്രം മധുരം ആക്കാം. അതിന്റെ കൂടുതൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോഫിയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ടീ. ഏറ്റവും നല്ലത് അതാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് ഫാറ്റിന് വേണ്ടി ഒരു 5-6 നട്ട്സ്, ഒരു 5-6 ബദാം, അതുപോലെ ഒരു രാവിലെ ഇപ്പോ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, അതിന്റെ കൂടെ ഒരു 5-6 ആൽമണ്ടോ അല്ലെങ്കിൽ 5-6
ബദാമൊക്കെ ആണെങ്കിൽ 5-6 മതി. പിന്നെ അതുപോലെ ഈ പിസ്റ്റൊക്കെ ആണെങ്കിൽ 10 ഒക്കെ എടുക്കാം, ചെറുതല്ലേ. പിന്നെ അതുപോലെ നമുക്ക് ഈ ആ, അത് അങ്ങനത്തെ വാൽനട്ടൊക്കെ കുറച്ചെടുക്കുക, 3-4 വാൽനട്ട്. ഇനി അതൊന്നും കിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കടല, കപ്പലണ്ടി ഒരു ഇച്ചിരി കുറച്ച്, ഒരുപാട് കഴിക്കരുത്, അത് ഒരുപാട് കഴിച്ച കലോറി കൂടുതലാണ്, നല്ലതുമല്ല. പക്ഷെ വളരെ കുറച്ച്, എല്ലാം നമുക്ക് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കുറച്ച് കടല എടുക്കാം. അതിന് കൂടുതൽ നമുക്ക് ഒരു ഡ്രൈ ഫ്രൂട്ട്, ഈത്തപ്പഴം നല്ല സാധനമാണ്, ഈത്തപ്പഴം എടുത്താൽ മതി. ഷുഗറോ ഇല്ല ഉണ്ടെങ്കിൽ പോലും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ അയാൾക്ക് ഈത്തപ്പഴം കഴിക്കുന്ന കുഴപ്പമില്ല. ഈത്തപ്പഴം 1-2, ചെറുതാണെങ്കിൽ 2 എടുക്കാം, വലുതാണെങ്കിൽ 1. ഇത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മോർണിംഗ് സ്നാക്ക് ആയിരിക്കും എല്ലാവർക്കും. ഉം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് 3 ചപ്പാത്തിയും കറി കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 3 പൂരി ബാജി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ പ്ലേറ്റ് മാറ്റുക. പകരം 2 പൂരി, 1 പൂരി മാറ്റിയിട്ട് ആ പൂരിയുടെ സ്ഥാനത്ത് ഒരു മുട്ട വെക്കുക. പിന്നെ കറി എപ്പോഴും പയറുവർഗ്ഗങ്ങളാക്കുക, കടല, ചെറുപയർ, പരിപ്പ്, അങ്ങനത്തെ. സാമ്പാർ കുഴപ്പമില്ല, സാമ്പാറിൽ നമ്മൾ പരിപ്പ് ഇടുന്നുണ്ടല്ലോ, നല്ലതാണ്, അതാക്കാം. അതൊരു പോർഷൻ എടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് പച്ചക്കറികളല്ല, സലാഡ്, കുറച്ച് ലെറ്റ്യൂസ്, അതുപോലെ കുറച്ച് എന്താണ് കുക്കുംബർ, കുറച്ച് കുറച്ച് പച്ചക്കറികൾ. ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചായി. ഇത് എങ്ങനെ ഡയറ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം കഴിക്കുന്നതിന്റെ കുറച്ച് കുറയ്ക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി 3 കഴിക്കുന്ന ഒരാളെ 2 കഴിഞ്ഞാൽ അയാൾ ഡയറ്റിലായി. പിന്നെ അയാൾക്ക് കലോറി ഡെഫിസിറ്റ് ആയി, അയാളുടെ ഫാറ്റ് ലോസ് വരാൻ കാരണം നമ്മൾ എക്സസൈസ് പിന്നെ ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പം എനർജി എക്സ്പെൻഡിച്ചർ കൂടും. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് കുറയ്ക്കരുത്, കാർബ്സ് ഒന്നും ഒരുപാട് കുറയ്ക്കാനേ പാടില്ല. പല ആൾക്കാരും ഡയറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ആദ്യം അങ്ങോട്ട് ഇതൊക്കെ ഒഴിവാക്കും, ഈ രാവിലത്തെ കാർബ്സ് എല്ലാം ഒഴിവാക്കും, ചോറ് കുറയ്ക്കും. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് മൊത്തത്തിൽ എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് മെല്ലെ മെല്ലെ കുറയ്ക്കാം. ഇനി ലാസ്റ്റ് സമയത്ത് നമുക്ക് ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അന്നേരം കുറച്ചാൽ മതി. ഓക്കെ. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് മിഡ് നൂണിൽ ഒരു ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട് കഴിക്കാൻ ഏറ്റവും നല്ല സമയമാണത്. ഒന്ന് നമുക്ക് എന്താ വെച്ചാൽ ഫ്രൂട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, ഒരു ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഏതെങ്കിലും നമുക്ക് നല്ലൊരു ഈ പേരക്ക, അതുപോലെ ആപ്പിള്, പിന്നെ ഓറഞ്ച് കുഴപ്പമില്ല, ഇതൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ആണ്. പപ്പായ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു 100 ഗ്രാം, 75-100 ഗ്രാം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ചിന് നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാണ്ട് പകരം ഒരു 2 തവി ചോറ്, 200 ഗ്രാം. അത് ഡിപ്പെൻസ് ഓരോരുത്തർക്ക്. ചെറിയ വെയിറ്റിലൊക്കെ 1.5 തവി മതി. ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ 2 തവി എന്ന് ധാരാളം. അത്ര തന്നെ എന്ത് ചെയ്യാം, പച്ചക്കറി എടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാമിന്റെ അടുത്ത് പച്ചക്കറികൾ നമ്മൾ തോരൻ ഉണ്ടാക്കി എടുക്കുന്ന ഓയിൽ കുറച്ചിട്ട് ഈ എന്ത് പച്ചക്കറി എടുക്കാം. നമ്മുടെ ഇതെടുക്കരുത്, എന്താണ് ഈ സ്റ്റാർച്ച് കൂടുതലുള്ള എടുക്കാറ്. ഈ കപ്പ, അതുപോലെ ചേന, അതുപോലെ ഈ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കിയിട്ട് പകരം എല്ലാ പച്ചക്കറികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ചീര, ക്യാരറ്റ്, ബീട്രൂട്ട്, വെണ്ട, പിന്നെ വഴുതന തുടങ്ങിയ എല്ലാ ഇലക്കറികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പച്ചക്കറിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അത് അത്ര തന്നെ, ചോറിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറി ഒരു പോർഷൻ എടുക്കാം. പിന്നെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ചിക്കന്, മീന്, മുട്ട, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി. വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ സോയ, വെജിറ്റേറിയൻ ശ്രദ്ധിക്കാം. വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് സോയ എടുക്കാൻ പറ്റും, പനീർ എടുക്കാൻ പറ്റും. വെജ് ആണെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ചിക്കന്, മീന്, മുട്ട, അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പോർഷൻ, 100 ഗ്രാമിന്റെ അടുത്ത് ധാരാളം. നമുക്ക് ഇപ്പം എല്ലാവരും കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇത്രയും സംഗതികളാണ് ഉച്ച ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ഉച്ച ആകുമ്പോഴേക്കും നമുക്ക് ഉച്ചക്ക് എത്ര കഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടത് എന്താണ്, നമ്മുടെ ഒരു ഈവനിങ് എല്ലാവരും നമ്മുടെ പൊരിക്കടികൾ കഴിക്കുന്ന സമയമാണ്, ഒഴിവാക്കുക. പകരം എന്ത് ചെയ്യാം, നമ്മുടെ രാവിലെ പറഞ്ഞിരിക്കുന്ന നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചായ, അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താവും, നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് കിട്ടി. ചായ ആ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇനി ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറയ്ക്കാം. നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അതിന് ഇച്ചിരി കുറച്ചാൽ മതി. എന്നാൽ തന്നെ നമ്മൾ ഡെഫിസിറ്റിലാവും, നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യുന്ന അവസ്ഥ വരും. ഒരുപാട് നമ്മൾ കുറയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സംഗതികളെല്ലാം കുറച്ചാൽ തന്നെ നമ്മൾ എന്തായി, നമ്മൾ ഡെഫിസിറ്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നുള്ളതാണ്. കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയാറില്ലേ, അത് പറയുന്നത് ഡെഫിസിറ്റ്, കലോറി ഡെഫിസിറ്റ് എന്ന്, കലോറി കുറഞ്ഞ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എല്ലാം ഒരുപാട് എല്ലാം കൂടി തട്ടി തെറിച്ച് കളയൊന്നും വേണ്ട. പകരം എല്ലാം കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ഡെഫിസിറ്റിലോട്ട് എത്തി.
പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ചെയ്യും. നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. അപ്പൊ ഈവനിങ്ങിൽ ചായ, കാപ്പി, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫിയാണ് നല്ലത്. എന്തെങ്കിലും നല്ലൊരു വെയിറ്റ് ലോസോ ഫാറ്റ് ലോസോ വേണ്ട ആൾക്കാർക്കാണെങ്കിൽ, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചായ, കാപ്പി, അത് ബ്ലാക്ക് തന്നെ എടുക്കാം. ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ. ഇനി പാല് വേണ്ടെങ്കിൽ പാൽ എടുക്കാം. ഞാൻ രാവിലെ വൈകിട്ട് നല്ലൊരു ചായ കുടിക്കുന്ന ഒരാളാണ്. എനിക്കത് ആ രണ്ടു നേരം നല്ലൊരു ചായ വേണം. അത് നമ്മളെ പല ആൾക്കാർക്കും നമ്മുടെ ദൈനംദിന നമ്മുടെ നമ്മുടെ ആക്ടിവിറ്റീസിനെ ബാധിക്കും. നല്ലൊരു ചായ കിട്ടാൻ പറയുമ്പോൾ അടിച്ച് പതപ്പിച്ച നല്ല കൺസെപ്റ്റ് ചായ എന്ന് പറയും. അത് കുറയ്ക്കാം, അത്രേ ഉള്ളൂ. ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറയ്ക്കാം. ഇനി ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, കളർ പാൽ ഒഴിവാക്കിയിട്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി എടുക്കാം. ഡിന്നർ ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി, എന്ത് സംഗതികളാണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കാം. രാവിലെ നിങ്ങൾ 2 കഴിക്കുന്ന ഒരാളെങ്കിൽ ഡിന്നറിൽ ഒരു 1.5 കഴിക്കാം. ബാക്കിയെല്ലാം സെയിം, മാറ്റൊന്നും വരുത്തണ്ട. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അതേപോലെ നമുക്ക് ഡിന്നറാക്കി എടുക്കാൻ പറ്റും. ഒന്ന് കുറച്ചാൽ മാത്രം മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ബാക്കി ഡയറ്റിനെ കുറിച്ച് നമുക്ക് വെഡ്നെസ്ഡേ പറയും. ഇന്ന് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താനുണ്ട്. അപ്പൊ ഇതിൽ ഒരു 5 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 72 ആൾക്കാർ ഓരോരുത്തർ സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. അബുദാഹിർ കേൾക്കാമോ? ചോദിച്ചോളൂ പെട്ടെന്ന്. എന്റെ ഒരു റിനീഷനാണ്. ഞാൻ ചോദിക്കുന്നതേ, ഈ നമ്മൾ എഗ് എന്ന് പറഞ്ഞല്ലോ ഉൾപ്പെടുത്താനുള്ള, അത് ബോയിൽഡ് എഗ് ആവണമെന്നുണ്ടോ അതോ ഓംലെറ്റ് ആയാലും കുഴപ്പമുണ്ടോ? ഇല്ല, നമ്മൾ എന്ത് സാധനമാണെങ്കിലും ബാധിക്കുന്ന വിഷയം ഓയിലാണ്. നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളതാ. അത് മുട്ട വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഓംലെറ്റ് ഒരു ഇച്ചിരി ഓയിൽ ഉണ്ടാക്കാൻ ഒരു പ്രശ്നമില്ല, ഓംലെറ്റ് ആക്കി എടുക്കാം. പക്ഷെ ഓയിൽ ഒരുപാട് കൂടാൻ പാടില്ല. ബോയിൽഡ് എഗ് ആക്കാം, ഇനി അതല്ല ഹാഫ് ബോയിൽ ആക്കാം, ഇനി അത് പിന്നെ ബേക്ക് ചെയ്തോ, എങ്ങനെ ആയാലും നിങ്ങൾ എന്ത് ചെയ്താലും എഗ് എടുക്കുന്നതിന്, എഗ് ആയാലും ചിക്കൻ ആയാലും മീനാണെങ്കിലും ഒന്നും ഓയിൽ മാക്സിമം കുറയ്ക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓയിൽ ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ഓയിൽ ഏകദേശം ഒരു 40 കലോറി ഉണ്ടാവും, ഒരു സ്പൂൺ ഓയിൽ. അപ്പോൾ ഒരു 4 സ്പൂൺ കുറച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കലോറി നമ്മുടെ കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തിനധികം പറഞ്ഞാൽ നമ്മൾ ചിക്കനും മീനും ഇച്ചിരി ഫ്രൈ ചെയ്താൽ പോലും പ്രശ്നമില്ല. ഓയിൽ കുറച്ചിട്ട് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും, ഡയറ്റ് ആവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, എന്താണെങ്കിലും ഓയിൽ കുറച്ചിട്ട് ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ എങ്ങനെയും കഴിക്കാം കേട്ടോ. താങ്ക് യു. നമുക്കിനി ഫിറ്റ്നസ് ടെസ്റ്റ് എടുത്താണ്ട് പെട്ടെന്ന് പറയാൻ നമുക്ക് സമയമില്ല, 20 മിനിറ്റ് കൂടെ ഉള്ളൂ. രാത്രി എന്ത് ഫുഡാണ് കഴിക്കാൻ നല്ലത്? രാത്രി ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ട് രാത്രി എടുക്കാൻ പറ്റും എന്നുള്ളത്. അതായത് ഇപ്പൊ രാവിലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചപ്പാത്തി, ദോശ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. രാവിലെ നമ്മൾ 2 ചപ്പാത്തി കഴിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലത്തെ ഒരു ചപ്പാത്തി മാറ്റിയിട്ട് ഒരു 1.5 ചപ്പാത്തി പ്ലസ് ഒക്കെ സലാഡ് പ്ലസ് അതുപോലെ കറികൾ, കടല, ചെറുപയർ പോലത്തെ കറികൾ കുറച്ചെടുക്കാം. ചിക്കനും മീനും എടുക്കാം. വെജ് ആണെന്നുണ്ടെങ്കിൽ സോയ, പനീർ പോലത്തെ പ്രോട്ടീൻ. രാത്രി ടൈം ഉണ്ടോ ഫുഡ് കഴിക്കുന്ന എത്ര സമയത്ത് കഴിക്കണം? നമ്മൾ എപ്പോ വേണേലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം ഉണ്ട്. അതെപ്പോഴെന്ന് വെച്ചാൽ അതൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ്. നമ്മൾ നേരത്തെ കഴിക്കാന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് മാക്സിമം നേരത്തെ കഴിക്കാൻ നോക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ നേരത്തെ കഴിക്കണം എന്ന് നിർബന്ധമില്ല. നേരത്തെ കഴിക്കൽ ആരുടെ നിർബന്ധം വെച്ചാൽ ഡയബറ്റിക് ആണെങ്കിൽ ഫാസ്റ്റിംഗ് നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരത്തെ കഴിക്കാം എന്ന് വെച്ചിട്ട് അത് ഒരു അടുത്ത സ്റ്റേജാണ്. നമുക്ക് ആദ്യ ഡയറ്റ് ഒക്കെ എടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്നുവെച്ചാൽ നിർബന്ധമുള്ള കാര്യമില്ല. രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ എന്ത് പ്രശ്നമുണ്ടോ? രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് കിടക്കുമ്പോ? ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ആവില്ല. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടാണ് നമുക്ക് രാത്രിയിൽ നമ്മൾ പറഞ്ഞ ഭക്ഷണം കറക്റ്റ് കിട്ടണം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കാപ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ ഫ്രൂട്ട്സ് ഒരു സാധനം മാത്രമേ ഒരിക്കലും കഴിക്കരുത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും വേറൊരു ഇതിനോട് കൂടെ കഴിക്കുമ്പോഴാണ് അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുമ്പോൾ അത് നമ്മൾ ഷുഗർ മാത്രം കഴിക്കുന്നു. ഇതിന്റെ കൂടെ ചപ്പാത്തി പോലെ അതിന്റെ സാധനമൊക്കെ കാപ്സ് ആണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ചിക്കനും മീനും മുട്ട കഴിക്കുമ്പോഴാണ് അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ചുകൂടെ നമുക്ക് സേഫ് ആവും. അത് കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കും. അതാണ് നമ്മൾ ആ കോമ്പിനേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, വർക്കൗട്ടിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് വാമപ്പ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാമപ്പ് ആണ്. എല്ലാവരും
വീഡിയോ ഓൺ ചെയ്തിട്ട് പറ്റുന്ന ആൾക്കാരെ വീഡിയോ ഓൺ ചെയ്യാം. എന്നിട്ട് നേരെ ഈ ഒരു ലെവലിൽ നിൽക്കുക. വീഡിയോസ് ഇതിന് കിട്ടുന്ന ആളെല്ലാവർക്കും കേട്ടോ. അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. കാണുന്നുണ്ട് തന്നെ അല്ലേ? ഇറങ്ങി നിൽക്കുക കേട്ടോ. വീഡിയോ പറ്റുന്ന ആൾക്കാർ ഫസ്റ്റ് നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യാം. സൈഡ് ടു സൈഡ് 10 പ്രാവശ്യം ചെയ്യാം. നെക്സ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. റൊട്ടേഷൻ മെല്ലെ ഷോൾഡർ റൊട്ടേഷൻ. ഇതുപോലെ ഓപ്പോസിറ്റ് 10 പ്രാവശ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിപ്പ് റൊട്ടേഷൻ. അടുത്ത ജോയിന്റ് ആണ് നമ്മുടെ എല്ലാ ജോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നനയ്ക്കെടുക്കുക. അതാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ചെയ്യുക, 10 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്തത് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നീ ആണ്. നീ കറക്കണ്ട, പകരം നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്ന് പറയും. നോക്കിയിട്ട് സാധാരണ നീ ഈ ഒരു ജോലിയിൽ ചെയ്യുന്നത്, ആ ചെയ്യുന്ന ജോലി മാത്രം ചെയ്യിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് മേലോട്ട് പൊക്കുക, താഴ്ത്തുക. 1 2 3 4 5 10 പ്രാവശ്യം. 1 2 3 4 5 10 പ്രാവശ്യം ചെയ്യാം. നേരെ മുകളിലോട്ടൊന്ന് 10 പ്രാവശ്യം. ഇതും മുകളിലോട്ട് 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ നമ്മുടെ ആംഗിൾ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഇതും 10 പ്രാവശ്യം വെച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ എല്ലാ ജോയിന്റ് 10 പ്രാവശ്യം ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് 10 പ്രാവശ്യം ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മുടെ എല്ലാ ജോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഡൈനമിക് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് ചെയ്യാം. ആം സർക്കിൾ എന്ന് പറയും. ഇത് ആം സർക്കിൾ. ഇത് നമ്മുടെ ഷോൾഡറിന്റെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുന്ന ഒരു വർക്കൗട്ടാണ്. 10 പ്രാവശ്യം ക്ലോക്ക് വൈസ്, അതുപോലെ 10 പ്രാവശ്യം. പിന്നെ അത് കഴിഞ്ഞാൽ ലെഗ് സ്വിംഗ് എന്ന് പറയും. ഇതുപോലെ 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞ് ഹിപ്പ് സർക്കിൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സൈഡ് പിടിച്ചിട്ട് ചെയ്താൽ മതി. എവിടെയെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ കാല് ഇതുപോലെ തന്നെ. പിന്നെ ഒന്ന് ജസ്റ്റ് സ്പോട്ട് റൺ ചെയ്യാം. ഒന്ന് ബോഡി പമ്പിങ് വരെ മൊത്തത്തിൽ ഒന്ന് ഒരു 2-3 മിനിറ്റ്. അത് അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഫിറ്റ്നസ് ടെസ്റ്റ് ഇപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അപ്പർ ബോഡി, കോറ്, അതുപോലെ ലോവർ ബോഡി, പിന്നെ ഫ്ലെക്സിബിലിറ്റി, 4 ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പർ ബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുഷപ്പ്, നമുക്ക് എത്ര പുഷപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പർ ബോഡി ടെസ്റ്റ്. പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ എപ്പോഴും നേരെ ഷോൾഡറിന്റെ നേരെ താഴെ വെക്കുക. ഇവിടെ വെക്കരുത്. പലർക്കും ഇവിടെ പുഷപ്പ് ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ തന്നെ കൈ വെക്കുക. എപ്പോഴും ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് സ്റ്റാർട്ടിങ്. ഇത് നോർമൽ പുഷപ്പ് ആണ്. ഈ കാല് ഇങ്ങനെ ബാക്കിലോട്ട് വെക്കും. എന്നിട്ട് ഇതാണ് കറക്റ്റ് ഈ ലെവലിൽ പോവാ. ഇത്രയും പൊങ്ങി വരും. കൈ ബാക്കിലോട്ടാണ് പോകേണ്ടത്. ഷോൾഡർ ലെവലിൽ കൈ ഒരിക്കലും മുന്നോട്ടൊന്നും പോകാൻ പാടില്ല. ഇതാണ് ഒന്ന്. ഇതാണ് പുഷപ്പ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് സാധാരണ ഇതെല്ലാവർക്കും ചെയ്താൽ പറ്റിക്കോളൊന്നുമില്ല. ഇത് പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യാം? ഈ കാല് നിലത്ത് വെക്കുക. എന്നിട്ട് ബാക്കി ഇത് എത്ര ചെയ്യാൻ പറ്റും നോക്കുക. ഇത് ചെയ്യാൻ പറ്റും നോക്കി എഴുതി വെക്കുക എത്ര എണ്ണം പറ്റുന്നത്.
ഏതാണോ നമുക്ക് പറ്റുന്ന പുഷപ്പ്. ഇതാണ് ഇതിപ്പോ ഒന്നാ പറ്റുള്ളെങ്കിൽ സ്റ്റാൻഡേർഡ് പുഷപ്പ് എനിക്ക് ഒന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടേ പറ്റുള്ളൂ. അത് പറ്റാത്ത ഒരാളെ നീ പുഷപ്പ് ചെയ്യും. അപ്പൊ അതാണ് നമുക്ക് പുഷപ്പ് ടെസ്റ്റിൽ വരുന്നത്. പുഷപ്പ് ടെസ്റ്റ് ഏകദേശം മനസ്സിലായല്ലോ. ഇനി അടുത്തത് പ്ലാങ്ക് ആണ്. നമ്മുടെ കോർ ടെസ്റ്റ്, നടുവിന്റെ ടെസ്റ്റ് ആണ്. കോർ ടെസ്റ്റിൽ പ്ലാങ്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന് നേരെ കൈ വെക്കാം. ഇങ്ങനെ എത്ര സമയം, നിലത്ത് മുട്ടുകുത്തില്ല അല്ലാതെ എത്ര സമയം വെക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യാം, 1 2 3 4 5 നോക്കിയിട്ട് എത്ര സെക്കൻഡ് നമുക്ക് പ്ലാങ്ക് ചെയ്യാൻ പറ്റും നോട്ട് ചെയ്ത് വെക്കാം. പുഷപ്പ് നോട്ട് ചെയ്ത് വെക്കാം, അതുപോലെ പ്ലാങ്ക് എത്ര സമയം ചെയ്യാൻ പറ്റും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് ആണ്. കാലിങ്ങനെ വെക്കാം, എന്നിട്ട് ഈ കൈ എത്ര വരെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളത് അളന്ന് വെക്കാം. എന്തെങ്കിലും മാർക്ക് ചെയ്താൽ മതി, എന്തെങ്കിലും എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇതാണ് എനിക്ക് പറ്റുന്ന എത്ര ആണെങ്കിൽ ചിലർക്ക് ഇത്രേ പറ്റുള്ളൂ, ചിലർക്ക് ഇത്ര പറ്റുള്ളൂ, ചിലർക്ക് ഇത്ര പറ്റുള്ളൂ. ഇതിങ്ങനെ എത്തിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി കൂട്ടുക, കാലിങ്ങനെ വെക്കുകയാണെങ്കിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം, പിടിക്കാൻ പറ്റുന്നത് നോക്കാം. ഇതാണ് ലോവർ ബോഡി ടെസ്റ്റ്. എത്ര സ്ക്വാട്ട് കറക്റ്റ് ഫോമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ അതില് മുട്ടുവേദനയുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്യരുത്, ഒരുപാട് ഇരിക്കരുത്, വളരെ ഈ ഒരു ലെവലിൽ ഇരിക്കാൻ പാടുള്ളൂ. അതായത് മുട്ടുവേദന ഇത്ര തന്നെ മതി, ഈ ലെവലിൽ മതി, ഇങ്ങനെ ആവണ്ട. മുട്ടുവേദന ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ഹാഫ് സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഭയങ്കര വേദനയുള്ള സ്ക്വാട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ബാക്ക് പെയിനിലെ ആൾക്കാർ ശ്രദ്ധിക്കാം, കറക്റ്റ് പോസ്റ്ററിൽ നമുക്ക് എത്ര സ്ക്വാട്ട് ചെയ്യാൻ പറ്റുന്നില്ല നോക്കാം. അതാണ് ഈ ലോവർ ബോഡിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ 4 ടെസ്റ്റും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഈ സംഗതികൾ ചെയ്തിട്ട് നമ്മൾ എടുത്ത് എഴുതി വെക്കാം, ഒരു ബുക്കിൽ എഴുതി വെക്കാം. എത്ര പുഷപ്പ് ചെയ്ത്, എത്ര സ്ക്വാട്ട് ചെയ്ത്, എത്ര സമയം പ്ലാങ്ക് ചെയ്ത്, എത്ര സമയം ഫ്ലെക്സിബിലിറ്റി എത്ര കൈ വരെ പോകുന്നുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത്. ഇത് ഇംപ്രൂവ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവാം. ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് നോക്കരുത്, റിപ്പീറ്റ് ചെയ്യാം. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും പണ്ട് ഞാൻ എന്തായിരുന്നു ചെയ്തത്, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഒരാൾ വെയിറ്റ് മാത്രം നോക്കിയാൽ കാര്യമില്ല. ഒരാൾ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടില്ല, അയ്യോ ഞാൻ എന്താ ചെയ്ത് എന്നൊന്നും കണ്ട് കാര്യമില്ല. പകരം ഈ സംഗതികൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനമാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറ്റും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റും കുറയും, ഫാറ്റ് കുറയും, വയറും കുറയും. കൺസിസ്റ്റന്റ് ആയിട്ട് മെല്ലെ മെല്ലെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കാർഡിയോന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾക്ക് 1 മൈൽ വാക്ക് ടെസ്റ്റ് എന്ന് പറയും. പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, വാക്ക് ടെസ്റ്റും ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർട്ടിന്റെ VO2 മാക്സ് എന്ന് പറയും. അത് ഞാൻ ഒരു പോസ്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിലിടാം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ സമയം എടുത്ത് വെക്കാം. ആ സമയം എടുത്ത് വെച്ചിട്ട് അതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ഡിജിറ്റ്സ് ആണ്. VO2 മാക്സ്, ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ചെയ്ത ടെസ്റ്റുകളെല്ലാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഴുതി വെച്ചിട്ട് വേണം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് അപ്പർ ബോഡി ഡംബലൊക്കെ എടുത്തിട്ടുള്ള ചെയ്യാൻ തുടങ്ങും. പിറ്റേന്ന് മറ്റന്നാളെ. ഓക്കെ, പിന്നെ ബുധനാഴ്ച തുടങ്ങും. അതുപോലെ വെള്ളിയാഴ്ച അടുത്തതുണ്ടാവും. ഇനി നമ്മൾ ഓരോ ദിവസം ഇതുപോലെ, അന്നേരം നിങ്ങൾ എല്ലാവരും റെഡി ആക്കിയിരിക്കണം. എക്സസൈസ് ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാർ, എക്സസൈസ് ചെയ്യാൻ ലൈവ് സെഷൻ ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡംബൽസ് ഒക്കെ കൊണ്ട് റെഡി ആയിട്ട് വരണം കേട്ടോ. ഇന്നത്തെ പോലെ ക്ലാസ് ആയിരിക്കില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം. ആദ്യം കഴുത്ത് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം. ഇപ്പൊ ചെയ്ത ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഷോൾഡർ മസിൽ വർക്ക് ചെയ്ത്, ഇതും ഇതുപോലെ 2 സൈഡിലും സ്ട്രെച്ച് ചെയ്യാം. ഒരു സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കണം, അപ്പോഴാണ് സ്ട്രെച്ച് ആവുള്ളൂ. ഇങ്ങനെ ആക്കരുത്, പകരം 5 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ഇതും 5 സെക്കൻഡ് പിടിച്ച് നിൽക്കുക, ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ 10 സെക്കൻഡ് ആവും. പിന്നെ ഇതുപോലെ ചെസ്റ്റ് ബാക്കിലോട് ഇങ്ങനെ പിടിക്കാം, കാലിങ്ങനെ ബാക്കിലോട് മടക്കി പിടിക്കുക. ഇതുപോലെ മടക്കി പിടിക്കാം. ഇന്നിപ്പോ നമ്മള്
കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്ര സ്ട്രെച്ച് മതി. നാളെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നിന്റെ സ്ട്രെച്ചുകളും പ്രത്യേകം ചെയ്യും. ഓരോന്നിന്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോ പിന്നോ 5 മിനിറ്റ്. ഈ പ്രഗ്നൻസി കഴിഞ്ഞ ലേഡീസിന് എക്സർസൈസ് ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് എന്നോട് പ്രത്യേകം എന്നെ മെസ്സേജ് അയക്കാൻ പറയാം. അവർക്ക് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഗ്രൂപ്പിൽ ചെയ്യരുത്. പ്രഗ്നൻസി ഉള്ള ആൾക്കാരോ കാര്യങ്ങളൊന്നും ഗ്രൂപ്പിൽ ചെയ്യരുത്. പകരം പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് ചോദിച്ചേ കഴിഞ്ഞ ആൾക്കാർക്ക് പ്രശ്നമില്ല. 6 മാസം കഴിഞ്ഞ് ചെയ്യാം. ചെയ്യല്ലേ? പക്ഷെ അത് ഇതാണ്, ആ സമയത്ത് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ഇപ്പം ഈ ചില ആൾക്കാർക്ക് അബ്ഡോമൻ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലെങ്കിൽ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ എക്സർസൈസ് ചെയ്യുന്നത് എത്ര സമയം മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ? 1.5 മണിക്കൂർ. ഫുഡ് കഴിഞ്ഞിട്ട് എത്ര 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ 1.5 ഗ്യാപ്പ്. മണിക്കൂർ. ഇപ്പൊ ഈ ചെറിയ മീലാണെങ്കിൽ പോലും ചെറിയ മീലാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ 1/2 മണിക്കൂർ കുഴപ്പമില്ല. ബാക്കിയൊക്കെ 1.5 മണിക്കൂർ കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ പറയാം കേട്ടോ. നമ്മ ഈ വെള്ളം എത്ര ലിറ്റർ വെച്ച് കുടിക്കണം ഒരു ദിവസം? അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ദാഹം അനുസരിച്ച്. അത് വെള്ളത്തിന് കണക്ക് പറയില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മൂത്രം നോക്കിയിട്ടാ. നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ അധികം മഞ്ഞ കളർ ആണെങ്കിൽ വെള്ളം കൂടി കുറവാണെന്ന് അർത്ഥം. ഒരുപാട് വെള്ളമായി പോവുകയാണെങ്കിൽ വെള്ളം കൂടി കൂടുതലാണെന്ന് അർത്ഥം. രണ്ടും പാടില്ല. ഒരു ലൈറ്റ് യെല്ലോ ആണ് നമുക്ക് മൂത്രത്തിന്റെ കളർ വേണ്ടത്.